ഹലോ മക്കളെ, 10ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഇതാ പ്ലസ് 1ലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് എല്ലാം തന്നെ ഈ വരുന്ന ആഴ്ചയിൽ വരും എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഈ കാണുന്ന റിസൾട്ടിൻ്റെ ഒരു വേളയിൽ റിസൾട്ടിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാനെ പറ്റിയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് 1ലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് ഒറ്റ കാര്യം പറയട്ടെ, വേറെ ഒന്നും തന്നെയല്ല, ഒരു വലിയ ജമ്പാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോവുക. 10ാം ക്ലാസ്സിൽ പഠിച്ച സിലബസ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരുന്നെങ്കിൽ പ്ലസ് 1ലേക്ക് എത്തുമ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി വർഷമാണ്. മാത്സിനകത്ത് 14 പാഠങ്ങൾ, ഫിസിക്സിനകത്ത് 14 പാഠങ്ങൾ, കെമിസ്ട്രിക്കകത്ത് 9 പാഠങ്ങൾ, അങ്ങനെ ഒരുപാട് പാഠമാണ് നിങ്ങൾ പ്ലസ് 1 ക്ലാസ്സിൽ എത്തി നിൽക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി പോവുക. സോ ഇത്രമേൽ സിലബസ് പഠിക്കുമ്പോൾ ഈ കാണുന്ന ഓരോ സിലബസിലെയും ഓരോ പാഠം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, അതികഠിനം തന്നെയാണ്. എല്ലാവരും പറയും അതെ, പ്ലസ് 1 അതികഠിനം തന്നെയാണെന്ന്. എന്ന് കരുതി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അതികഠിനമായിട്ട് മാറുന്നത്? വേറെ ഒന്നുമല്ല, സിലബസിലത്തെ ഒരു വലിയ ചേഞ്ചാണ്. SCERT ബുക്കിൽ നിന്ന് NCERT ബുക്കിലേക്ക് വരുമ്പോൾ ഒരു വലിയ മാറ്റമുണ്ട്. ആ കാണുന്ന മാറ്റം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഞങ്ങളെല്ലാവരും പണ്ട് നേരിട്ട ഏറ്റവും പ്രശ്നം വേറൊന്നുമല്ല, ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. അതായത് 10ൽ നിന്ന് പ്ലസ് 1ലേക്ക് വരുമ്പോൾ ടക്കുന്നൊരു വലിയ ചേഞ്ച് വരുമ്പോൾ അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ആദ്യ മാസങ്ങളിൽ അത്രമേൽ കഷ്ടപ്പെട്ടു, ഒന്നും തന്നെ മനസ്സിലാവാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നത്. അത് നമ്മുടെ കോൺഫിഡൻസ് വല്ലാതെ കുറയ്ക്കുകയും ചെയ്യും. ആ കാണുന്ന കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മുടെ ഹോൾ ഇയറിൽ ബാധിക്കും. അതിൻ്റെ അവസാന മാസങ്ങളിൽ എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ മാർക്കിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ശ്രമം അവിടെ ചിലപ്പോൾ പാഴായി പോകുന്ന ഒരു സാഹചര്യം കാണാം. അപ്പം അതുകൊണ്ട് ആ കാണുന്നൊരു ട്രാൻസിഷൻ ഉണ്ട്, 10ൽ നിന്ന് 11ലേക്കുള്ള ഒരു ട്രാൻസിഷൻ. ആ കാണുന്ന ട്രാൻസിഷൻ നമ്മൾ ഗംഭീരമായിട്ട് ചെയ്യുക തന്നെ വേണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഏറ്റവും ഗംഭീരമായിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം തന്നെ ഇപ്പോൾ തന്നെ പഠിച്ച് ആരംഭിക്കണം. 10ൻ്റെ ആവശ്യമുള്ള എല്ലാ കാര്യവും വീണ്ടും ഓർമ്മപ്പെടുത്തണം. 9ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാതും വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം മാത്രമേ 11ലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പാടുള്ളൂ. അതിനു വേണ്ടിയാണ് സൈലം നിങ്ങളുടെ മുമ്പിലേക്ക് സൈലത്തിൻ്റെ ബ്രിഡ്ജ് കോഴ്സുമായിട്ട് വരുന്നത്. ബ്രിഡ്ജ് കോഴ്സിനകത്ത് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും ഗംഭീരമായിട്ട് കേട്ടതിന് ശേഷം ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്തു പഠിക്കണം. എന്നാൽ മാത്രമാണ് ഞാൻ പഠിച്ചതെല്ലാം തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിനു വേണ്ടിയാണ് സൈലം ലേണിംഗ് ആപ്പിനകത്ത് നമ്മൾ 100% ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ബ്രിഡ്ജ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ബ്രിഡ്ജ് കോഴ്സ് ബാച്ചിനകത്ത് എൻറോൾ ചെയ്യുക. ഇപ്പോൾ തന്നെ അതിനകത്തുള്ള DPPs സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മക്കളെ, എങ്ങനെയാണ് ബാച്ചിനകത്ത് എൻറോൾ ചെയ്യാൻ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നു. ആദ്യമായിട്ട് എല്ലാവരും പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകും സൈലം ലേണിംഗ് ആപ്പിൻ്റെ ഈ ഒരു ലോഗോ. ഈ ലോഗോ വെച്ചുകൊണ്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആസ് യൂഷ്വലുള്ള പരിപാടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോൺ നമ്പർ അടിക്കുന്നു, OTP ജനറേറ്റ് ചെയ്യും. ആ കാണുന്ന OTP ജനറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ സൈലത്തിൻ്റെ ആപ്പിലേക്കുള്ള ഇൻ്റർഫേസിലേക്ക് പോകും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് സൈലത്തിൻ്റെ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കുക. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. എന്നാൽ തന്നെയും ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് കാണുമ്പോൾ ഇവിടെ മേലെ നിങ്ങൾക്കൊരു 11th ബോർഡ് അല്ലെങ്കിൽ 12th ബോർഡ് അവിടെ ഉണ്ടാകും. അവിടെയാണ് നിങ്ങൾ ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഏറ്റവും താഴെ ഉണ്ടാവും എക്സ്പ്ലോർ അതർ എക്സാമിനേഷൻസ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, സൈലത്തിനകത്തുള്ള എല്ലാ കോഴ്സും അവിടെ കാണാൻ വേണ്ടി സാധിക്കും. സൈലത്തിൻ്റെ 5ാം ക്ലാസ് മുതലുള്ള കോഴ്സുകൾ, സൈലത്തിൻ്റെ IAS വരെ നിൽക്കുന്ന എല്ലാ കോഴ്സും വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സൈലം PSC ആയിക്കോട്ടെ, സൈലം നീറ്റ് ആയിക്കോട്ടെ, സൈലം JEE ആയിക്കോട്ടെ, എല്ലാം ഇവിടെയുണ്ട്. നമ്മൾ ഇതിലെടുക്കേണ്ടത് സൈലം സ്കൂൾ പ്രിപ്പറേഷനാണ്. സ്കൂൾ പ്രിപ്പറേഷൻ ഇവിടെയുണ്ട്. വളരെ വ്യക്തമായി ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കൂൾ ബാച്ചിനകത്തുള്ള എല്ലാം തന്നെ കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രിഡ്ജ് കോഴ്സ് ഇതിനകത്ത് നിങ്ങൾ 11ലേക്ക് പോകുമ്പോൾ 11th ഉണ്ടാവുക. അപ്പോൾ എല്ലാ മക്കളും 11th ക്ലിക്ക് ചെയ്യുമ്പോൾ 11th ബാച്ചിനകത്തുള്ള എല്ലാ ബാച്ചുകളും കാണിക്കുന്നതാണ്. 11th സൈലം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും, അഗ്നി ബാച്ചുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊമേഴ്സിന് വേണ്ടി ബാച്ചുകളുണ്ട്. സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും എല്ലാം തന്നെ ട്യൂഷൻ്റെ ബാച്ച് നിൽക്കുന്നതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ബാച്ചിൻ്റെ ഇവിടുന്ന് തന്നെ ബൈ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിലവിൽ ഏറ്റവും അധികം ആവശ്യം എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ബാച്ചാണ്. അത് സൈലം ബ്രിഡ്ജ് കോഴ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എൻറോൾ നൗ കൊടുക്കാം. എൻറോൾ നൗ. സോ നിങ്ങൾ ഓട്ടോമാറ്റിക് ഈ കാണുന്ന ബാച്ചിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. ലെറ്റ് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ബാച്ചിനകത്തുള്ളത് എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബാച്ചിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. ഇതിനകത്ത് നമുക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാത്സിൻ്റെയും എല്ലാത്തിൻ്റെ ക്ലാസ്സുകൾ വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ DPPs വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മാത്സ് എടുത്തു കഴിഞ്ഞാൽ മാത്സിൻ്റെ ഓൾ കോണ്ടൻറ്റ്സ് വീഡിയോസ് ഇവിടെ ഉണ്ടാവും. ബേസിക്കലി നമ്മൾ കോണ്ടൻറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇവിടെയാണ് നിങ്ങൾക്ക് ലെക്ചർ വീഡിയോസ് ഉണ്ടാവുക. ആൻഡ് DPPs കണ്ടോ, ഈ 3rd കോളം, അവിടെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളുമായിട്ട് വരിക. ഈ കാണുന്ന ഒരു ഭാഗത്ത് ഡെയിലി ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അപ്ഡേഷൻ വരും. ഒരു 10 MCQs ആണ് ഡെയിലി വരിക. ഈ കാണുന്ന 10 MCQ നിങ്ങൾ സോൾവ് ചെയ്യണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതാണ് MCQ.
ഇതിന് പുറമെ ക്ലാസ്സിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ ഈ കാണുന്ന നോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിൽക്കുന്നതാണ് ക്ലാസ് നോട്ട്സ് അവൈലബിൾ ആവുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള സ്ട്രക്ചറാണ് നമ്മൾ നിലവിൽ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ മക്കളും ബ്രിഡ്ജ് കോഴ്സിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ബ്രിഡ്ജ് കോഴ്സിനെ DP പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരിക. നമ്മളിപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുന്നു. ഒരിക്കലും ഒരാൾ റിസൾട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പഠനം ഇപ്പോൾ ആരംഭിച്ചുകൊണ്ട് നമ്മൾ സ്മൂത്ത് ട്രാൻസിഷൻ നമ്മളാണ് 11th നടത്തുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മളിന്ന് വീണ്ടും കാണും. ബൈ. താങ്ക് യു ആൻഡ് സൈലിംഗ് ഓഫ് അഫ്നാസ് ഫ്രം Xylem Learning. താങ്ക് യു ഓൾ. താങ്ക് യു.